പെട്ടെന്ന്. അച്ഛന്റെ കൂടെ ഈ വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഡോക്ടർ യദുവിന് കിട്ടിയത്. എന്തൊക്കെ എത്രയോ വർഷം കണ്ടുകൊണ്ടിരുന്നു. അതിൽ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പേഷ്യന്റിന്റെ പേരൊന്നും പറയണ്ട, ഓക്കെ, ടെൽ us something to. അതെനിക്കുണ്ട്. അതെനിക്കൊരു നല്ലൊരു ഓർമ്മയുള്ളൊരു പേഷ്യൻ്റ് ഉണ്ട്. അതായത് ഞാനപ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ചു, അത് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനൊരു സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ വന്ന് അച്ഛൻ്റെ കൂടെ ക്ലിനിക്കിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം സാറ്റർഡേ ഇങ്ങനെ വരാൻ നേരത്ത്, അച്ഛൻ്റെ കൂടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് വരാൻ നേരത്ത് ഒരു ലേഡി, അവിടെ ഒരു ആൾ ഭയങ്കര കരയുന്നു, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ നേരത്ത്, അപ്പോൾ അവർ സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ളത്, എന്താ അച്ഛാ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവർക്ക് ഇവിടെ ഒരു മുഴ വന്നു. അപ്പോൾ ഇവിടെ കാരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഉണ്ട്. അപ്പോൾ അവിടെ ഈ മുഴ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അവർക്ക് സർജറി ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരുന്നു അവർ വന്നിരുന്നത്, മുഴ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇനിയും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ അതായത് ആൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നൊരു കേസായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ മെഡിസിനിലൂടെ അത് ചുരുങ്ങുകയും അവർക്കിപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരികയും അവർ മാസങ്ങളോളം നമ്മുടെ ചികിത്സ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കുറയുകയും ചെയ്തപ്പോൾ ഞാൻ അപ്പോൾ അവരുടെ ലൈഫിൽ വലിയൊരു മരിച്ചു പോകാമെന്ന് പറഞ്ഞ ഒരു സാധ്യതയിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടുക. അല്ലേ? അതെ 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 അതെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കുറേ കേസുകളുണ്ട്, അതേപോലെ പല പല കേസുകൾ.